സംസാരിക്കാൻ പുള്ളിക്ക് അറിയാം. ഈ അലിയേട്ടന്റെ പെണ്ണാൻസി ഒരു 15,000 രൂപ ബഡ്ജറ്റിൽ ചെയ്ത ചെറിയൊരു തള്ളാടാ സത്യാടാ സത്യം. നമസ്കാരം. അപ്പോൾ നാളെ ഞങ്ങളൊരു വർക്ക് ഇറങ്ങുകയാണ്, അതിനെപ്പറ്റി നമുക്ക് ഡയറക്ടറോട് ചോദിക്കാം. എന്താ വർക്ക്? അലിയേട്ടന്റെ പെണ്ണ് ആൻസി ഒരു വെബ് സീരീസ് ആണ്. പ്രതീക്ഷയുണ്ട് നമുക്ക്? അത് പ്രതീക്ഷ ചോദിച്ചാൽ ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. നാളെ എന്താ പറയാ, വലിയ പടങ്ങൾക്കിടയിൽ യൂട്യൂബിലേക്ക് വരുന്ന ചെറിയ സിനിമയില്ല, അപ്പൊ ചെറിയ സിനിമയല്ല, വെബ് സീരീസ് ഒരു 6 മിനിറ്റ് ദൈർഘ്യമുള്ള 6 മിനിറ്റിന്റെ അടുത്ത് വരും. ഫസ്റ്റ് എപ്പിസോഡാണ്. ചെറിയ രീതിയിലാണ് ഞങ്ങൾ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ അത് അഭിലാഷ് ആട്ടായം അഭിനയിക്കുന്നുണ്ട്. മെയിനായിട്ട് വരുന്നത് അലൻ ജോസ് പെരേരയാണ്. പിന്നെ പുള്ളിയുടെ പുതിയ നായിക റിയയുണ്ട്. പിന്നെ ഇതിൻ്റെ അത് പ്രവർത്തിച്ചേക്കുന്നത് വെച്ചാൽ മായ ചേച്ചിയാണ് ഇതിൻ്റെ അത് അസിസ്റ്റന്റ് ചെയ്തേക്കുന്നത്. നിഷ ഇടുക്കിയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് വില്ലൻ അത് തന്നെ അഭിലാഷ് ആട്ടായം. പിന്നെ എൻ്റെ ഒരു ഇത് പോസ്റ്റർ ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടാണ് ഷെബിൻ എന്ന് പറയും. ആള് നല്ല രീതിയിൽ ചെയ്തു വന്നു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാരണം ഒരുപാട് പേര് ഈ വർക്കിനെ കുറിച്ച് അറിഞ്ഞു. അപ്പം ക്യാമറ അനൂപ് പി എസ് എന്ന് പറഞ്ഞ ആളാണ് ക്യാമറ ചെയ്തത്. അപ്പം അത് ജയം പ്രസാദ് സ്റ്റുഡിയോ പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടാണ്. നമ്മളെ സിനിമയുടെ വർക്കൊക്കെ പുള്ളി ചെയ്യുന്നത് ഷെബിൻ. അപ്പം വലുതായിട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട, ചെറിയ മേക്കിംഗ് ആണ്. ഫസ്റ്റ് ഇതിന്റെ 2ാമത്തെ എപ്പിസോഡും 3rd എപ്പിസോഡും ക്യാരക്ടറിനെ പറ്റി. അപ്പോൾ അലിയേട്ടൻ തന്നെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഒരു പക്വത ഇറങ്ങിയ ഇപ്പം എൻ്റെ പ്രായത്തെ എൻ്റെ ഒരു 23 വയസ്സാണ്. അപ്പോൾ അതിനേക്കാളും ഒരു 10-35 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന യഥാർത്ഥ ജീവിത ആവിഷ്കാരമാണ് അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി. നാളെ രാത്രി 7 മണിക്ക് ഏതാണ് നിഷ പി എസിന്റെ യൂട്യൂബ് ചാനലിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങൾ റിവ്യൂവിൽ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പോൾ കുറേ കോപ്പറായ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താണ് നേരത്തെ നീ ഏറുപടക്കം തലതെറിച്ചവൻ ഏറുപടക്കം, പിന്നെ ഇടക്കുച്ചി സദ്യയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി കുറേ കാലത്തിന് ശേഷമാണ് ഇറങ്ങുന്നത്. നിങ്ങൾ പെട്ടെന്ന് ബസൂക്കയുടെ സെറ്റ് വെച്ചാണ് ഞങ്ങൾ ഈ ആലോചന തുടങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ പറ്റി. എപ്പിസോഡ് 1 നാളെ റിലീസാകുന്നതാണ്. അപ്പോൾ ഓൾ ബ്രൈറ്റ് ആണ് ഡയറക്ടർ ഓൾ ബ്രൈറ്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ വില്ലനായിട്ട് അഭിനയിക്കുന്നത് അഭിലാഷ് ആട്ടായമാണ്. പിന്നെ ഇതിൽ നായികയായിട്ട് അഭിനയിക്കുന്നത് റിയ ഷെറിയാണ്, പുതുമുഖം എൻ്റെ കൂടെ റീൽസിൽ അഭിനയിച്ച. അപ്പോൾ അലിൻ ജോസ് ഞാനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. 2nd എപ്പിസോഡിൽ ആറാട്ടെണ്ണം വരുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ വരാത്തതിന്റെ പേരിലാണ് പുള്ളി ഞാനായിട്ട് ഉടക്കി ഓരോന്ന് പറഞ്ഞത്. നമുക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ ഫോൺ എടുക്കാത്താണല്ലോ. പക്ഷെ അത് തെറ്റാണ്. നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ എടുക്കാത്ത. പക്ഷെ ഫോൺ എടുക്കാത്ത ഉണ്ടാവണമെന്ന് ആഗ്രഹം. നല്ല നായിക എനിക്ക് വരാം. നായിക ഉണ്ടാവും. ഇന്ത്യൻ വെച്ചോട് പേടിയുണ്ട് അണ്ണന്. ഇപ്പൊ എന്റെ സീക്വൻസ് കുറച്ച് ഇന്ത്യൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. നല്ല നായിക എനിക്ക് വരാം. ലിപ്ലോക്ക് ചെയ്യാൻ തരാം. പേടിയല്ല, എനിക്കന്ന് വേറെയുള്ള കാറുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞു ഞാൻ കാരവൺ ഇല്ലാത്തതുകൊണ്ട് ബസൂക്കിയിൽ കയറാം. കാരവൺ ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ഡ്രസ് വരാൻ തളം കിട്ടിയില്ല. എനിക്കൊരു അസൂയപ്പെട്ടു, കാരണം ബസൂക്കയുടെ സെറ്റ് വെച്ച് പുള്ളിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ പുള്ളിക്ക് ആരവായിരിക്കുന്നു. മെഗാസ്റ്റാറിന്റെ സെറ്റിൽ കാരവാനിൽ പുള്ളി സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്നു. അടിയല്ല. അപ്പോൾ ഞങ്ങൾ 2 വർക്കാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ അലിയേട്ടനെ പെണ്ണ് ആൻസി നാളെ മുതൽ യൂട്യൂബിൽ റിലീസാവും. അപ്പോൾ പിന്നീട് നമ്മുടെ നേര് എന്ന ഷോർട്ട് ഫിലിം നമ്മുടെ വിമൽ പത്താമനെ സംവിധാനം ചെയ്ത നേര് എന്ന ഷോർട്ട് ഫിലിം വിഷു കാലഘട്ടത്തിൽ ഏപ്രിൽ 15 യൂട്യൂബിലെത്തും. എന്താ പറയുന്നത്? നേര് എൻ്റെ സീൻ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ ഫുള്ളായിട്ട് എനിക്കറിയില്ല. ഇയാളെ മെയിൻ സാധനം ഭക്ഷണപ്രിയനായിട്ട് കഥാപാത്രമാണ്. പിന്നെ ബ്ലഡി നൈറ്റ് നല്ല മൂവിയാ. അത് നല്ല പ്രതീക്ഷയുള്ള വർക്കാ. പെരേരയുടെ അണ്ണന്റെ രണ്ടിലും മെയിൻ ആള് പെരേരയാ. ബഡ്ജറ്റുകൾ ചെയ്താണ് 2-3 ലക്ഷം രൂപ. ഇങ്ങനെ സംസാരിക്കാൻ പുള്ളിക്ക് അറിയാം. ഈ അലിയേട്ടന്റെ പെണ്ണ് ആൻസി ഒരു 15,000 രൂപ ബഡ്ജറ്റിൽ ചെയ്ത ചെറിയൊരു തള്ളാടാ സത്യാടാ.